ഞാൻ അനിൽ ആൻ്റണിയും CK ആൻ്റണിയും എലിസബത്ത് മാഡത്തെയും ഒരു തിരുവോണ നാളിൽ ഏഷ്യാനെറ്റിന് വേണ്ടി 2 പതിറ്റാണ്ടുകൾക്ക് ഇന്റർവ്യൂ ചെയ്തിരുന്നു. ഓർമ്മിക്കുന്നോ? ഓർമ്മയുണ്ട്. സുപ്രഭാതം പരിപാടി. അതെ, അന്ന് ക്ലിഫ് ഹൗസിൽ വെച്ച് വീട്ടിൽ വെച്ച് അന്ന് അനിൽ കുഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു. അനിൽ കുറേ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു, ചിരിച്ചു. ഞങ്ങൾ വളരെ തമാശയോട് കൂടിയാണ് പോയത്. അതിനുശേഷം അനിലിനെ ഇപ്പോൾ കാണുമ്പോൾ അനിൽ വലിയൊരു വാർത്താ താരമായി കഴിഞ്ഞു. അനിൽ വലിയ രാഷ്ട്രീയ താരമായി കഴിഞ്ഞു. സ്ഥാനാർത്ഥിയായി, A ക്ലാസ് മണ്ഡലത്തിലെ NDAയുടെ സ്ഥാനാർത്ഥിയായി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിൽ എത്തി നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് ആദ്യം വരുന്ന ഒരു ചെറുപ്പക്കാരനാണല്ലോ. അപ്പോൾ ഇത്രയും ചൂടുള്ളൊരു അന്തരീക്ഷം, ചുറ്റുപാട് വലിയ സമ്മർദ്ദങ്ങൾ, വലിയ നേതാക്കളുമായിട്ടുള്ള ഏറ്റുമുട്ടൽ, ദേശീയ തലത്തിലടക്കം വലിയ വാർത്താ പ്രാധാന്യം നേടുന്ന തലത്തിലേക്ക് പത്തനംതിട്ട മാറിക്കഴിഞ്ഞു. മൊത്തത്തിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷനൊന്നുമില്ല. കാര്യം ഒരു തെരഞ്ഞെടുപ്പ് ചെറുപ്പം മുതൽ കാണുന്ന ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് എപ്പോഴും ചൂടേറിയ മത്സരങ്ങളുമാണ്. ഈ മണ്ഡലം പ്രത്യേകിച്ച് ഇന്ന് പല കാരണങ്ങളാലും, പല സാഹചര്യം കാരണം ഇവിടെ ഒരു വളരെ ടഫായിട്ടുള്ളൊരു ഫൈറ്റ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്തത്. ഇനിയിപ്പം 7 ആഴ്ച കഴിഞ്ഞു ഈ മണ്ഡലത്തിൽ വന്ന്. ഈ പല ചലഞ്ചുകളും ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം ഓവർകം ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. 3 ചലഞ്ചുകളുണ്ട്. ഒന്ന്, അന്തരീക്ഷത്തിൻ്റെ ചൂട്. അത് ഏകദേശം ഒരു 38-39 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. നമ്പർ 2, തെരഞ്ഞെടുപ്പിൻ്റെ ചൂട്. ഒപ്പുറത്ത് മത്സരിക്കുന്ന തോമസ് ഐസക്കും സിറ്റിംഗ് MP, 3 തവണ സിറ്റിംഗ് MP ആൻ്റണിയും. മൂന്നാമത്തത് ഈ വാർത്തയുടെ ഒരു സമ്മർദ്ദം. ഈ 3-ൽ ഏറ്റവും കടുത്ത വെല്ലുവിളി ഏതാണ്? അങ്ങനെ അവസാനം എല്ലാ വെല്ലുവിളികളും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇതെല്ലാം ചാലഞ്ചിങ് ആയിരുന്നെങ്കിൽ പോലും ഇതെല്ലാം ഓവർകം ചെയ്യാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ 2 പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളാണ്. അപ്പം ഡോക്ടർ തോമസ് ഐസക് നിരവധി പ്രാവശ്യം MLA ആയ വ്യക്തിയാണ്, പഴയ ധനകാര്യമന്ത്രിയാണ്. മറ്റേയാൾ 3 പ്രാവശ്യം MP ആയ വ്യക്തിയാണ്. അതുപോലെ ഇതൊരു കോൺഗ്രസ് വളരെ ഹിസ്റ്റോറിക്കലി ഇത് കോൺഗ്രസ് സീറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ചുറ്റുപറ്റുള്ള മറ്റൊരുപാട് വിഷയങ്ങൾ. പക്ഷേ അവസാനം ദ പീപ്പിൾ ഐ എം വെരി ഷുവർ ദ ദേ വോണ്ട് ചേഞ്ച്. കാര്യം ഇന്ന് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിൽ പല കാരണങ്ങളാലും ഇന്ന് ഈ മണ്ഡലത്തിൽ മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എനിക്ക് തോന്നുന്നു ഇന്ന് ഇടതുമുന്നണിക്കെതിരെ ഒരു ജനവികാരമുണ്ട്, പല കാരണങ്ങളാലും. അതുപോലെ ഈ മണ്ഡലത്തിൽ ഇവിടുത്തെ സിറ്റിംഗ് MPക്കെതിരെയും ഒരു ജനവികാരമുണ്ട്. അപ്പം ഇത് രണ്ടും അതുപോലെ ഇന്ന് പല കാരണങ്ങളാലും ഇന്ന് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നെന്ന് ജനങ്ങളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ പത്തനംതിട്ടയിൽ വന്നിറങ്ങിക്കഴിയുമ്പോൾ വരുന്ന സമയത്ത് ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട്. കാരണം പത്തനംതിട്ട ഒരു പരമ്പരാഗതമായ UDFന് ഒരു മണ്ഡലമാണ്. അവിടെയുള്ളൊരു ക്രിസ്ത്യൻ ബെൽറ്റ് വളരെ നിർണായകമാണ്. മാത്രവുമല്ല അവിടെ സഭകൾ വളരെയധികം രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതിന് പുറത്ത് സംസാരമുണ്ട്, കർഷകരുണ്ട്. അപ്പോൾ അങ്ങനെ അത്ര പെട്ടെന്ന് പെനട്രേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വിഭാഗമല്ല. പക്ഷേ എന്നിട്ടും 3 ലക്ഷത്തിനടുത്ത് വോട്ട് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നേടി. അപ്പോൾ ഒരു BJPക്ക് NDAക്ക് ബേസുള്ള മണ്ഡലമാണ്. പക്ഷേ അതിനെ എങ്ങനെ ക്യൂറേറ്റ് ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി. അതെ, അപ്പം ഇത് എനിക്കൊരു പുതിയ മണ്ഡലമാണ്. അപ്പം അതുപോലെ ഞാൻ സ്ഥാനാർത്ഥിയാകുമെന്ന് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാര്യം ഞാൻ പാർട്ടിയിൽ പ്രവേശിച്ച കഴിഞ്ഞ ഏപ്രിലാണ്. അത് കഴിഞ്ഞ് ദേശീയ സെക്രട്ടറിയായ, ദേശീയ വക്താവായി എനിക്ക് മറ്റ് ചില സംഘടനാ ചുമതലകളും ഉണ്ടായിരുന്നു. അത് കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയായത് അവസാന നിമിഷം. അത് നേതൃത്വം പറഞ്ഞ കാരണമാണ്. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ അതിനെ കണ്ടു. ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നേതൃത്വം എനിക്ക് തന്നത്. കാര്യം ഈ പറഞ്ഞ പോലെ നല്ല ബേസുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം പല സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിരുന്നു. പക്ഷേ ശബരിമല വലിയൊരു വിഷയമായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് നിന്ന സമയത്ത് പ്രത്യേകിച്ച് കേരളത്തിലെല്ലായിടത്തും ഒരു UDF വേവും അത് കാരണമുണ്ടായിരുന്നു. കാര്യം ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിച്ചിരുന്നു. അതുപോലെ ഒരു നറേഷനും ഉണ്ടാക്കി, ഇനി രാഹുൽ ഗാന്ധി ജയിച്ച് പ്രധാനമന്ത്രിയാവും. അപ്പം ഓരോ പ്രത്യേകിച്ച് സീനിയർ MPമാരെല്ലാം ഫ്യൂച്ചർ മിനിസ്റ്റേഴ്സൊക്കെ ആയിട്ടാണ് ഇവിടെ നിന്നത്. പക്ഷേ മറന്നില്ല. പക്ഷേ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പം എൻ്റെ രാഷ്ട്രീയ എതിരാളികളായ പാർട്ടിയിലുള്ളവർക്ക് പോലും അവർ പറയുന്നൊരു കാര്യമുണ്ട്, ദേശീയ തെരഞ്ഞെടുപ്പാണ്. ദേശീയ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജി ഒന്നും കൂടെ വരാൻ പോവുകയാണ്. അപ്പോൾ ആ ഫാക്ടേഴ്സൊന്നും നമുക്ക് പ്രതികൂലമായ ഫാക്ടേഴ്സ് ഇപ്രാവശ്യം ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ 2 സ്ഥാനാർത്ഥികൾക്കെതിരെ ഇപ്പം ലെഫ്റ്റിനെതിരെ ഒരു ജനവികാരമുണ്ട്. അത് സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട്. അതെ, സാമ്പത്തിക കാര്യം ഈ കോൺസ്റ്റിറ്റ്യുവൻസി പ്രത്യേകിച്ച് ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഞാനിവിടെ വന്ന് ജനങ്ങളോട് സംസാരിക്കും. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇത് ഒരുപാട് ഇതിൻ്റെ ഡെമോഗ്രഫിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് ദേശീയ തലത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 4 കാറ്റഗറി ഉണ്ട്. ഞാൻ ദേശീയ മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ ഒരു മെമ്പറും കൂടെയാണ്. അപ്പം പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 4 വിഭാഗം: ഗരീബ്, യുവ, അന്നദാത, നാരി. അതായത് ഇവിടുത്തെ പാവപ്പെട്ടവർ. അതായത് ഇവിടുത്തെ പാവപ്പെട്ടവർ, ഇവിടുത്തെ യുവാക്കൾ, യുവതി, അതുപോലെ മഹിളകൾ, അതുപോലെ കർഷകർ. ഈ മണ്ഡലത്തിലേക്ക് വന്നാൽ ശരിക്കും
അത് തന്നെയാണ് ഈ മണ്ഡലം. അതായത് മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അത് നമ്മൾ പല തട്ടുകളായി തിരിച്ചാൽ ദേശീയ രാഷ്ട്രീയമാണോ, അതല്ല മണ്ഡലത്തിലെ വികസന രാഷ്ട്രീയമാണോ, അതല്ല ഇവിടുത്തെ ഒരു ആസ്പയറിംഗ് മിഡിൽ ക്ലാസ് ഉണ്ടല്ലോ, ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള ഒരുപാട് മനുഷ്യരുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത തട്ടുകളിൽ നമ്മൾ അടുക്കിയാൽ ഈ മണ്ഡലത്തിൻ്റെ പ്രയോറിറ്റി ഏതായിട്ടാണ് അനിൽ ഇതുവരെ തോന്നിയത്? ഇപ്പോൾ ഒരു കാര്യം, ഒരു ഇലക്ഷന് പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ എല്ലാം പല പല രീതിയിൽ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇവിടെ വന്നപ്പം ഒരു കാര്യം മനസ്സിലായത് വലിയ പൊട്ടൻഷ്യൽ ഉള്ളൊരു മണ്ഡലമാണ്. കാര്യം ഇപ്പം ഞാൻ സഞ്ചരിച്ചപ്പോൾ ഒരു അറ്റം തൊട്ട് മറ്ററ്റം വരെ 150 കിലോമീറ്റർ ഉണ്ട്. അതും വളരെ വ്യത്യസ്തമായ ജോഗ്രഫിയാണ്, വളരെ വ്യത്യസ്തമായ സ്ഥലങ്ങളാണ്. ഇപ്പം ഗാവിയും വാഗമണ്ണും അതുപോലെ പമ്പ നദീതീരമൊക്കെ ഉള്ള വളരെ മനോഹരമായ സ്ഥലങ്ങളുണ്ട്. അതെല്ലാം നല്ല ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ട്സ് ആക്കി മാറ്റാം. അതുപോലെ എന്താ നോക്കുകയാണെങ്കിൽ ശബരിമലയുണ്ട്, എരുമേലി ജമാഅത്ത് പള്ളിയുണ്ട്, അതുപോലെ പരിമല പള്ളിയുണ്ട്. പിന്നെ ഇവിടെ ചെറുകോൽപ്പുഴയും മാരമൺ കൺവെൻഷനുകൾ നടക്കുന്നു, ആറന്മുള വള്ളംകളി നടക്കുന്നു. ഇതൊക്കെ വെച്ചൊരു മണ്ഡലം ഇങ്ങോട്ട് കയ്യിലേക്ക് തന്നാൽ പൊന്നുപോലെ നോക്കിക്കോളാം. അതെ. അപ്പോൾ ഇതൊരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബാക്കി മാറ്റാൻ പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ ഇപ്പോൾ തിരുവല്ല പോലത്തെ സ്ഥലങ്ങളിൽ പോയാൽ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് പോപ്പുലേഷനും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഒരു നല്ല നിലവാരമുള്ള 4-5 പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്. അതൊക്കെ വെച്ചൊരു മെഡിക്കൽ സിറ്റിയൊക്കെ ആക്കാനുള്ള പൊട്ടൻഷ്യലുണ്ട്. അതായത് 50-ലധികം കോളേജുകളുള്ള സ്ഥലമാണ്. അത് ഒരുപാട് യുവതി യുവാക്കളുണ്ട്. പക്ഷേ ഇന്ന് യുവതി യുവാക്കളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അവരെന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യം, ഇപ്പം ഞാനിവിടെ ഒരു 5-6 കോളേജുകളിൽ പോയി, ഒരുപാട് ഇപ്പം എവിടെ പോയാലും ഞാൻ ഏതെങ്കിലും ഒരു യൂത്തായിട്ടുള്ള ഒരാളെ കാണുമ്പോൾ ഒന്ന് ചോദിക്കും, എന്താ നിങ്ങളുടെ പ്രശ്നം, എന്ത് ചെയ്യുന്നു, ഇനി അടുത്ത പ്ലാൻ എന്താണ്. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഇനിയിപ്പം ആലോചിക്കണം. കാര്യം ഇവിടെ ഈ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റി ഇല്ല, പറയാൻ പറ്റുന്ന ഒരു വ്യവസായം ഇവിടെ ഇല്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടതെന്ന് ഓപ്പർച്യൂണിറ്റീസാണ്, അവർക്ക് തൊഴിലവസരങ്ങൾ വേണം. അപ്പം അതൊന്നും രണ്ട് മുന്നണികളായാലും ഇതുവരെ അവർക്ക് ഈ മണ്ഡലത്തിലായാലും ഏതായാലും ഡെലിവർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരു വ്യവസായം, എന്തെങ്കിലും വലിയ വ്യവസായമോ ചെറിയ വ്യവസായമോ ഇവിടെ ഇല്ല. അതോടൊപ്പം തന്നെ ഇപ്പം ടെക്നോളജിയുടെ കാലമാണ്. ഇപ്പം പക്ഷേ ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ, ഒരു IT പാർക്ക് ഇവിടെ ഇല്ല. ഇപ്പം ഇൻഡസ്ട്രിയൽ പാർക്കില്ല. ഇപ്പം കർഷകർ ഒരുപാടുണ്ട്. പക്ഷേ കർഷകർക്ക് ഇന്ന് അവരുടെ ഇൻകം വലിയൊരു ഇഷ്യൂ ആണ്. ഇപ്പം എല്ലാവരും അവർ 200 രൂപ MSP ആണ് ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്നത് 140 തൊട്ട് 170 വരെയാണ്. പക്ഷേ ഇപ്പം പല സ്ഥലങ്ങളിലും നമ്മൾ ഈ റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വാല്യൂ അഡീഷൻ ചെയ്യുന്നു. വാല്യൂ അഡീഷൻ ചെയ്യുമ്പോഴത്തേനും ശരിക്കും മാർക്കറ്റ് പ്രൈസിനെ കഴിഞ്ഞും വളരെയധികം കർഷകർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ്, അതായത് സിംഗിൾ പോയിന്റിലാണ് അനിൽ പ്രചരണം നടത്തുന്നത്, പത്തനംതിട്ടയുടെ ട്രാൻസ്ഫോർമേഷൻ. അതെ, ട്രാൻസ്ഫോർമേഷൻ. ഇപ്പം നരേന്ദ്രമോദിജി ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതോടൊപ്പം കേരളവും പത്തനംതിട്ടയും വികസിക്കണം. ഇവിടുത്തെ ജനങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കണം, വികസനം ലഭിക്കണം. ഇതാണ് പ്രധാന അജണ്ട. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ദേശീയ തെരഞ്ഞെടുപ്പാണ്. ഈ ദേശീയ തെരഞ്ഞെടുപ്പിൽ ഇതൊരു MB തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പല്ലേ, ഇതൊരു പ്രധാനമന്ത്രി ആരാകണം, ഏത് മുന്നണി ഭരിക്കും, ഇതിനൊക്കെയുള്ള തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഞാനിവിടെ നിൽക്കുന്നേ ഉള്ളൂ. 545 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒന്നായിട്ട് ഞാനിവിടെ നിൽക്കുന്നു. ഫേസ് ഓഫ് മോദിയുടെ